നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങളുടെ സ്നേഹിതനായി, ഞങ്ങളുടെ വീണ്ടെടുപ്പായി, ഞങ്ങളുടെ നീതീകരണമായി, ഞങ്ങളുടെ രക്ഷയായി, ഞങ്ങളുടെ ജ്ഞാനമായി, ഞങ്ങളുടെ ബലമായി നീ ഞങ്ങളെ വസിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ശത്രുവുമാകെ മേശയൊരുക്കുന്ന നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം, നിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. ക്രൂശിൽ നീ ചൊരിഞ്ഞ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിലും ജാതികളിൽ നിന്നും നിന്റെ പിതാവായ ദൈവത്തിൻ്റെ രാജാക്കന്മാരും പുരോഹിതരുമായി ഞങ്ങൾ തിരഞ്ഞെടുത്ത വിലയ്ക്ക് വാങ്ങിയ നിന്റെ സ്നേഹത്തിനായ സ്തോത്രം. നിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആരുമേ സാധ്യമല്ല. നിന്റെ കരുതലായി സ്തുതിക്കുന്ന കർത്താവ് തിരുവഴുത്തിൽ ധ്യാനിപ്പക്രം നൽകിയാട്ടെ. ഇനി കൂട്ടി വരുന്ന ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ കൃപ കൂടിയിരിക്കട്ടെ കർത്താവ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. വേറെ ആരും പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടില്ല. സ്തോത്രം. നമ്മൾ സാധാരണ ഡെയിലി മീറ്റിങ്ങുകൾ ജോയിൻ ചെയ്യുന്നവർ മാത്രമേ ഉള്ളൂ. ഇനിയോ നമ്മളിത് 51st ഡേ, 59ാമത്തെ ദിവസമാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ സ്റ്റഡികളൊക്കെയും കഴിഞ്ഞ 50 ക്ലാസ്സുകളിൽ കൂടി നമ്മൾ കടന്നുപോയി. ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടവർ. സൗജന്യമായി നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീതീകരണം എന്ന് പറയുന്നത്, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്, ദ പ്രോസസ് ഇൻ വിച്ച് എ പേഴ്സൺ ക്യാൻ ബി സ്റ്റാൻഡ് വിത്ത് ഗാഡ്. ആ പ്രോസസ്സിനെയാണ് നീതീകരണം എന്ന് പറയുന്നത്. അതിനകത്ത് അനേക സ്റ്റെപ്പുകളുണ്ട്. ഒരു വൺ ആക്ടോട് നടക്കുന്ന ഒരു കാര്യമല്ല ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവേശുവിലെ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ അവസ്ഥ എന്താണ് ശരിക്കും മനസ്സിലാക്കണം. പിതാവാണ് ആകർഷിക്കുന്നത് പുത്രനിലേക്ക്. പരിശുദ്ധാത്മാവ് എന്ന മീഡിയ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവെന്ന ഏജൻസിയിൽ കൂടിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്ന തോട്ടുകൾ, അല്ലെങ്കിൽ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മളിലുള്ളതായിട്ടുള്ള പാപം അതിന് ഒപ്പോസ് ചെയ്യാൻ നോക്കും. ഞാൻ രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യമാണ് പറയുന്നത്. രക്ഷിക്കപ്പെട്ടതിന് ശേഷം ആ പാപം നിർവീര്യമായി. എന്നാൽ ജഡം എന്നൊന്ന് നമ്മളിലുണ്ട്, എല്ലാവരിലുണ്ട്. അതിന് ഓവർകം ചെയ്യാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1, 2, 3 അധ്യായങ്ങൾ തന്നെ, നമ്മൾ 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം വരേക്കും എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. കണ്ടമിനേഷൻ, ശിക്ഷാവിധിക്ക് യോഗ്യരായി തീർന്നു. ഒരു കണ്ടം ചെയ്യുക, അല്ലെങ്കിൽ കണ്ടമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തുവിനെ ഉപയോഗശൂന്യമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുക, തള്ളിക്കളയുക, അല്ലേ? നമ്മൾ കണ്ടം ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ കിച്ചണിലോ അല്ലെങ്കിൽ ഒരു പെന്ന് വാങ്ങി, അത് ഉപയോഗിച്ചു, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അതിന് ഇങ്കുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കാൻ പറ്റാതെ വേണം, ഡാമേജ്, നിലത്ത് വീണപ്പോഴോ എന്തെങ്കിലും സംഭവിച്ച ഡാമേജ്, അത് കണ്ടം ചെയ്ത് കളയും, അല്ലേ? ഉപയോഗശൂന്യമെന്ന് കണ്ട് അതിനെ മാറ്റിവെക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. ഇതാണ് കണ്ടമിനേഷൻ. അപ്പം ദൈവത്തിൻ്റെ പദ്ധതിയിൽ മനുഷ്യൻ എന്ന് പറയുന്നത് തന്നോടുകൂടെ രാജാക്കന്മാരായി മറ്റ് സകല സൃഷ്ടികളെയും തന്നോട് കൂടെ ഒരേ സിംഹാസനത്തിൽ നിന്ന് വാഴുക എന്ന പദ്ധതിയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ഈ പ്ലാനിൽ നിന്ന് ദൈവം മാറുന്നില്ല, പ്ലാൻ മാറ്റുന്നില്ല. മനുഷ്യന് സംഭവിച്ചു പോയിട്ടുള്ള വീഴ്ചയിൽ നിന്നും അവനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണമുള്ള പ്രായശ്ചിത്തം ഒരുക്കിക്കൊണ്ട്, ആ പ്രായശ്ചിത്തത്തിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവ് വാഴുവാൻ സ്വീകരിക്കുന്ന ഏവനെയും സൗജന്യമായിട്ട് തന്നോടുകൂടെ നിർത്തുവാൻ യോഗ്യനാക്കി കൗണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ബേസിക് ഡോക്ട്രൈൻ. സ്തോത്രം. ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ക്രിസ്തീയ വിശ്വാസം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ക്രിസ്തീയ മതമല്ല, ഒരു ഡിനോമിനേഷന്റെ റൂൾസ് അല്ല, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കുറച്ച് റെഗുലേഷൻസ് അല്ല. ദൈവത്തിന്റെ ഭരണകൂടത്തിൽ, ദൈവരാജ്യത്തിൽ എങ്ങനെ വസിക്കാൻ സാധിക്കും? ക്രിസ്തുവിനെ കൂടാതെ ഇമ്പോസിബിൾ. ഒരു സെക്കൻഡ് പോലും ക്രിസ്തുവിനെ കൂടാതെ വാഴുവാൻ പറ്റുമെന്നൊരവസ്ഥയിലല്ല നമ്മൾ വീണ്ടെടുക്കുന്നത്. ഒരു സെക്കൻഡ് പോലും അവനെ കൂടാൻ വാഴാൻ പറ്റില്ല എന്നൊരവസ്ഥയിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധ്യമല്ല.
എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ജോൺ ചാപ്റ്റർ 15:5 പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ഈ വചനം പഠിച്ചത് കൊണ്ടാകില്ല. കാരണം നമ്മുടെ നേച്ചർ എന്ന് പറഞ്ഞത്, നമ്മുടെ ഫാളൻ നേച്ചർ എന്ന് പറയുന്നത് ദൈവത്തോട് ശത്രുത്വമുള്ള ഒരു ശക്തിയാണ്. അതിനെ ക്രൂസിഫൈ ചെയ്ത് ഡേ ബൈ ഡേ ക്രൂസിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ക്രൂശ് എടുക്കണം, നുകത്തിന് കീഴാകണം. നുകത്തിന് കീഴാവെന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ നുകം നമ്മൾ ചുമക്കണം, വഹിക്കണം. അവൻ നമ്മളെ നയിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒരു കാളയുടെ കഴുത്ത് ചുമലിൽ ഒരു നുകം വെക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ നുകത്തിന്റെ പുറകെ പിടിക്കുന്നവൻ എവിടേക്ക് നയിക്കാൻ ആഗ്രഹിക്കുന്നോ അതിന് സബ്മിസീവായിട്ട് ആ കാള വെച്ച് കൊടുക്കുകയാണ്, കഴുത്ത് വെച്ച് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ കർത്താവ് നീ എന്നെ നയിക്കുക. ഉപയോഗശൂന്യം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടം ചെയ്യാതിരിക്കണം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 1 എന്താ പറയുന്നത്? ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക്. ലൈവായിട്ടാണ് പറയുന്നത്, പ്രസന്റ് ടെൻസിൽ പറയുകയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതു സമയത്തും ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് കണ്ടംനേഷൻ ഇല്ല, ശിക്ഷാവിധിയില്ല. ഉപയോഗശൂന്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയില്ല, അല്ലാത്തവരെ തള്ളിക്കളയും. ഒരു ചർച്ചിനോ ഒരു ഡിനോമിനേഷനോ ഏതൊരു ഡോക്ടറെയും കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ സാധ്യമല്ല. വളരെ വ്യക്തമായിട്ട് പല മതവിഭാഗങ്ങളും പല ഡോക്ടേഴ്സ് ഉപദേശങ്ങളും കൊണ്ടുവന്നിട്ട് ക്രിസ്ത്യൻഡത്തിൽ തന്നെ മനുഷ്യന്റെ പ്രാണന്റെ ഇച്ഛകൾക്ക് വേണ്ടിയിട്ട് പല കോമാളിത്തരങ്ങൾ കൊണ്ടുവന്ന് തെറ്റായ ഉപദേശങ്ങളുണ്ട്. അതൊന്നും അവിടേക്കെല്ലാം തിരിഞ്ഞു നോക്കാൻ സാധ്യമല്ല. 1-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞ് 2-ാം നൂറ്റാണ്ട് അപ്പസ്തോലന്മാരുടെ സെക്കൻഡ് ജനറേഷൻ ഡിസൈപ്പിൾസിന് ശേഷം 3-ാം നൂറ്റാണ്ട് തുടങ്ങി കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ആഗമനത്തോടെ ക്രിസ്തു മതമായി തീർന്നു. ക്രിസ്തീയ വിശ്വാസമല്ല, ക്രിസ്തു മതമായി തീർന്നു. പിന്നെ കാത്തലിസം എന്ന മർമ്മ ബാബിലോണിൽ നിന്ന് ആരംഭിച്ച ആ ദുഷ്ടസ്ത്രീയായ സെമിറാമസിൽ കൂടെ ആരംഭിച്ച ആ ദുഷ്ടശക്തി അനേക വേശ്യപുത്രിമാരാകുന്ന അനേക ഡിനോമിനേഷൻസ് പ്രസവിച്ചുണ്ടാക്കി. ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന പറയുന്ന പരിവാണ് ഫോർണിക്കേഷൻ, സ്പിരിച്വൽ ഫോർണിക്കേഷൻ. അതിൻ്റെ ആയിരക്കണക്കിന് സന്തതികളുണ്ട്, വേശ്യകളുണ്ട്. ഇതിനെല്ലാം കൂടെ കൂട്ടിക്കൊണ്ടുവരുന്ന പ്രസ്ഥാനമാണ് എക്യുമെനിക്കൽ പ്രസ്ഥാനം. അതിനകത്ത് പെന്തക്കോസ്റ്റിന് അനേക ചർച്ചകളുണ്ട്, ഡിനോമിനേഷൻസ് ഉണ്ട്. ഇതിനെല്ലാം കൂടെ കൂട്ടിക്കെട്ടി കൊണ്ടുപോയി കത്തിക്കുന്ന ഇടമാണ് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആന്റി ക്രൈസ്റ്റിനെ കൊണ്ട് തന്നെ ദൈവം ഇതിന് മുഴുവൻ പിടിപ്പിച്ച് കളയും. ദൈവത്തിന്റെ പ്ലാന് മാറ്റമില്ല. അതുകൊണ്ട് നമ്മുടെ ഫെയ്ത്ത് എങ്ങനെയാണ് പോകുന്നത് എന്ന് ഓരോരുത്തരും ശോധന ചെയ്യണം. ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്കാണ് നാം വരുന്നത് ഈ ദിവസങ്ങളിൽ. അതായത് സൗജന്യമായിട്ട് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടവരുടെ പെരുമാറ്റ രീതികൾ എങ്ങനെയായിരിക്കുമെന്ന് ഓരോരുത്തരും ശോധന ചെയ്യാവുന്ന വിധത്തിലാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ചിന്തിക്കുന്നത് റോമാലേഖനത്തിന്റെ 15-ാം അധ്യായത്തിന്റെ പല ഭാഗങ്ങളും നാം ചിന്തിച്ചു വന്നു. ദൈവരാജ്യം 14th ചാപ്റ്ററിൽ പറയാണ്, ദൈവരാജ്യം ഭക്ഷണം പാനീയമല്ല, നീതി സമാധാനം പരിശുദ്ധാത്മ സന്തോഷം എത്ര. എന്നാൽ 15th ചാപ്റ്ററിന്റെ ആരംഭത്തിൽ പറയുന്നത്, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകൾ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. പിന്നെ പറഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീട് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നെ പ്രസാദിച്ചില്ല. എന്നാൽ മുന്നേ എഴുതിയിരിക്കുന്ന ഒക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് തിരുവെഴുത്തുകളായി ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകുന്നതെന്ന് എഴുതിയിരിക്കുന്നു. അടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച്, എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട്, ചർച്ചിന്റെ ഏറ്റവും ക്വാളിറ്റി ഇൻഡിസ്പെൻസിബിൾ, ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഐക്യമത്യപ്പെട്ട്. ഇവിടെയാണ് നാം ഇന്ന് ഐശ്വര്യപ്രബന്ധത്തിൽ പഠിച്ച വചനത്തിന് ആഴമിരിക്കുന്നത്. നമ്മൾ പാടിയ പാട്ടിന്റെ ആഴം, ഞാൻ അതുകൊണ്ട് ആ പാട്ട് നിന്റെ ഹൃദയത്തിൽ പല പ്രാവശ്യം വന്നുകൊണ്ടിരുന്നൊരു പാട്ടാണ്. ദൈവസുതൻ പശുശാലയിൽ നരനായിട്ട് അവതരിച്ചത് ചെറിയ കഥയാണ്. ആരാ? ഈ ഭൂവനമായ ഒന്നായി സൃഷ്ടിച്ചവന് ഒരു ഗർഭിണിയായ സ്ത്രീ, അത് വളരെ പ്രായം കുറഞ്ഞ ഒരു സ്ത്രീ, ആദ്യമായിട്ട് പ്രസവത്തിന് വേണ്ടിയിട്ട് ഒരു ഇടം നോക്കുമ്പോൾ അന്ന് അവിടെ ജനസംഖ്യ എടുക്കുന്ന സമയം, സെൻസേഷൻ എടുക്കുന്ന സമയമാണ്. അനേക സ്ത്രീകൾ അവിടെ ഉണ്ടായിരിക്കാം, മക്കളെ പ്രസവിച്ച സ്ത്രീകൾ അവിടെ ഉണ്ടായിരിക്കാം. ഈ ഒരു പെൺകൊച്ച് ഒരു പ്രസവത്തിന് ഇടം നോക്കുമ്പോൾ ഒരു ആള് പോലും ഒരു കർട്ടൻ മറച്ചെങ്കിലും പ്രസവിക്കാൻ ഇടം കൊടുക്കാനുള്ള കരുണ തോന്നിയില്ല. വഴിയമ്പലത്ത് സ്ഥലമില്ലായതുകൊണ്ട് പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് പറഞ്ഞു. പശുത്തൊട്ടിയിലല്ല പ്രസവിച്ചത്,
വഴിയമ്പലത്തിൽ ഇടം കിട്ടിയില്ല. വഴിയമ്പലം എന്ന് പറഞ്ഞാൽ അന്ന് സഹജനം ഈ വർഷത്തിൽ 3 ഉത്സവങ്ങൾക്ക് യെരൂശലേം ആലയത്തിലേക്ക് വരും. അപ്പോൾ അന്ന് ജനസംഖ്യ എടുക്കാൻ സെൻസേഷന് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കുന്ന സമയത്ത് വളരെ ഓരോരുത്തരും അവനവൻ്റെ പട്ടണത്തിൽ വന്ന് ജനസംഖ്യ എടുക്കണം, സെൻസേഷന് പേര് കൊടുക്കണം. അങ്ങനെയാണ് യോസഫ് മരയും കൂടെ വരുന്നത്. ആ സമയത്താണ് പ്രസവവേദന തുടങ്ങുന്നത്. വഴിയമ്പലം എന്ന് പറഞ്ഞ ചെറിയ ചെറിയ ലോഡ്ജുകളുണ്ട്. അവിടേക്ക് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ സ്ഥലം കിട്ടിയില്ല. ഈ പ്രസവവേദനയോട് കൂടെ വരുന്ന ഒരു പെൺകൊച്ചിന് പ്രസവിക്കാൻ അല്പം പോലും സ്ഥലം കൊടുക്കുക ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ കരുണ തോന്നിയില്ല. ആരാ? ഇതിനൊക്കെയും സൃഷ്ടിച്ചവന്. അവര് വേണമെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, സുന്ദരമായ റൂമുണ്ടാകും. ഒരു പക്ഷേ വഴിയിൽ എവിടെയെങ്കിലും ആയിരിക്കും പ്രസവിച്ചത്. എങ്ങും ഇടം കിട്ടാത്തതുകൊണ്ട് പശുത്തൊട്ടിൽ കൊണ്ട് കിടത്തി. ആ ഉന്നതത്തിലിരുന്ന ദൂതന്മാരെ സറാഫീസിന്റെ ആരാധന സ്വീകരിച്ചിരുന്നവൻ തെറ്റ് ചെയ്ത ദൂതന്മാരെ അവിടെ ഹൃദയത്തിൽ തോന്നിയപ്പോൾ തന്നെ ശിക്ഷിച്ചവനാ ദൈവം. മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി പശുത്തൊട്ടിയിൽ മനുഷ്യനായിട്ട് അവതരിച്ച് കിടക്കുകയാണ്. ആ താഴ്മ പറയാണ്. അപ്പൊ നമുക്ക് ഐക്യമതപ്പെടണമെങ്കിൽ എന്തു വേണമെന്ന കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പിതാവിന്റെ ഏക മനസ്സോടെ ഏകവായനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസം നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടിരിപ്പാൻ ദൈവം കൃപ തന്നാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ഇതാണ് ചർച്ചകൾ ഇങ്ങനെ സ്പ്ലിറ്റായി പോകാനുള്ള കാരണം. ക്രിസ്ത്യൻഡത്തിൽ ഈ ഒരു വാക്യം നിവൃത്തിയാകത്തക്കവണ്ണം മനുഷ്യ ഹൃദയം അവന്റെ പ്രായശ്ചിത്തത്തിന്റെ മുമ്പിൽ നുറുങ്ങാത്തത് കൊണ്ട് മനസ്സിലാകുന്നുണ്ടോ? അനേക പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ട് പോയി അതിന്റെ മുമ്പിൽ ആ പ്രായശ്ചിത്തത്തിന്റെ ഓരോ വിഷയങ്ങൾ ചിന്തിച്ചു നോക്കണം. സ്വർഗീയ ദൂതന്മാരെ സറാഫീൻസ് 6 ചിറകുള്ളവ 2 കൊണ്ട് പാദം മൂടുകയാണ്. ഇത്രയും പരിശുദ്ധന്റെ മുമ്പിൽ നിൽപ്പാൻ ഞങ്ങൾ യോഗ്യരല്ല, അവന്റെ മുഖത്തേക്ക് നോക്കാൻ യോഗ്യരല്ലെന്ന് പറഞ്ഞുകൊണ്ട് മുഖം മൂടുകയാണ് 2 ചിറകുകൊണ്ട്. 2 ചിറക് കൊണ്ട് പറന്ന് സദാ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് അത്യുച്ചത്തിൽ ആർക്കുന്നത് യെശയ്യാവ് ദർശനത്തിൽ കാണുകയാണ്. അവനാ ഈ പശുത്തൊട്ടിയിൽ കിടക്കുന്നത്. അവന്റെ മുഖത്താണ് മനുഷ്യൻ തുപ്പുന്നത്. നമ്മൾ ആ പാട്ടിൽ ഒരു വരി പാടിയിലും അനേക അനുഗ്രഹങ്ങൾ പ്രാപിച്ചവർ അല്പം പോലും കനിവ് തോന്നാതെ അവനെ ക്രൂശിക്ക എന്ന് ആർപ്പിട്ടത്. അപ്പോഴും അവന്റെ ഹൃദയത്തിൽ ചിന്തയുണ്ടായിരുന്നു, ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ വീണ്ടെടുക്കാമെന്ന സന്തോഷം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിന്റെ മുമ്പിലാണ് നമ്മുടെ ഹൃദയം നുറുങ്ങേണ്ടത്. ദൈവത്തിന്റെ പ്രവൃത്തി എന്നിൽ കൂടെ നടക്കുന്നതിന് ഞാൻ ഏക ചിന്തയോടെ ഇരിപ്പന്തക്കോടെ എന്നിൽ വേറെ ഏത് ചിന്ത വന്നാലും ഞാനല്ല, ക്രിസ്തു വളരണം, എന്നിൽ വളരണം, ക്രിസ്തുവിന്റെ സഭ എന്ന ചർച്ചിനകത്ത് വളരണം, ബോഡിക്കകത്ത് വളരണം. ഇതിനപ്പധികം വില കൊടുക്കണം, നല്ല വില കൊടുക്കണം. കാരണം നമ്മളിലുള്ളതായിട്ടുള്ള ഫ്ലഷ് എന്ന് പറയുന്നത് ഇതിന് ഇഷ്ടപ്പെടാത്ത കാരണമാണ്. അതിനിഷ്ടമല്ല അത്. ഇതായിരുന്നു അപ്പസ്തോലന്മാരുടെ 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ശക്തി. തുറവ് ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, ബാബിലോണിയ സാമ്രാജ്യത്തെ മേദോ-പെർഷ്യ കീഴ്പ്പെടുത്തി, മേദോ-പെർഷ്യ ഗ്രീസ് സാമ്രാജ്യം കീഴ്പ്പെടുത്തി, ഗ്രീസിനെ റോമൻസ് കീഴ്പ്പെടുത്തി. എന്നാൽ റോമൻസിനെ ആരും കീഴ്പ്പെടുത്തിയതായിട്ട് കാണുന്നില്ല. റോമൻസ് തന്നെത്താൻ താഴുകയായിരുന്നു. അതിന്റെ പുറകിൽ പ്രവർത്തിച്ചതാണ് ദൈവസഭ. ദൈവസഭ പ്രവർത്തിക്കുക, ദൈവസഭയുടെ ശക്തിയാണ് റോമൻ സാമ്രാജ്യം നിലംപരിചായി പോയത്. എന്നാൽ ഇനി റിവൈസ്ഡ് റോം വരും. കാരണം ആന്റി ക്രൈസ്റ്റിന്റെ പ്രവൃത്തി വളരെ ശക്തിയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വെളിപ്പെടാതിരിക്കത്തക്കണം, ഫിസിക്കലായിട്ട് വെളിപ്പെടാതിരിക്കത്തക്കോണം തടയുന്നത് നമ്മളാണ്. നമ്മിൽ കൂടെ പരിശുദ്ധാത്മാവാണ് തടയുന്നത്. അതിനെന്ത് വേണം? ഐക്യമതിപ്പെട്ട് ഏക ചിന്തയോടെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് പറയാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ചിന്തിക്കാനുള്ളത്. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിന് നിങ്ങളെ കൈക്കൊണ്ടതുപോലെ, ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിന് നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുവിൻ. ഇവിടെയാണ് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നവരെ കൈക്കൊള്ളാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മൾ ദുഷിക്കുന്നവരെയോ ഇതിന്റെ ഒരു പശ്ചാത്തലം കാണണമെങ്കിൽ അല്പസമയം നമുക്ക് ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റിസിലേക്ക് പോകണം. സഭാപ്രസംഗിലേക്ക് ഒന്ന് കടന്നു പോകണം. സഭാപ്രസംഗി ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ 8-ാം അധ്യായം അതിന്റെ 5-ാം വാക്യമാണെന്ന് തോന്നുന്നു. സോറി, സോങ് ഓഫ് സോളമൻ
ഉത്തമഗീതം, ഉത്തമഗീതത്തിന്റെ വേഴ്സ് 5 ചർച്ചിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യമാണിത്. മരുഭൂമിയിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോളിവിളാർ. മരുഭൂ യാത്രയിൽ കൂടെയാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് യാത്ര ചെയ്യുന്നത്. അപ്പൊ പറയുന്നത് പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോളിവിളാർ. ഈ മരുഭൂ യാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടേ പോവാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് പറയാണ്, നാരകച്ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി, അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്, അവിടെ വെച്ചല്ലോ നിന്റെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അമ്മ ഈ ബുക്ക് ഓഫ് സോളമൻ അല്ലെങ്കിൽ സോങ് ഓഫ് സോളമന്റെ ഇതിനകത്ത് ഒരു 3 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന്, ഈ ശൂന്യംകാരിയായ പെൺകുട്ടി. അവളെ ഈ പറഞ്ഞിരിക്കുന്ന വചനമനുസരിച്ച് നാരകച്ചുവട്ടിൽ വെച്ച് അവളുടെ അമ്മ പ്രസവിച്ചിട്ട് ആ പ്രസവിച്ച അതേ അവസ്ഥയിൽ വിട്ടേച്ചു പോയി. പ്രസവിച്ച അതേ അവസ്ഥയില് ആ നാരകച്ചുവട്ടിൽ വിട്ടേച്ചു പോയി. മറ്റൊന്ന്, ഇടയച്ചെറുക്കൻ. ഒരു ഇടയച്ചെറുക്കൻ അതുവഴിക്ക് പോകുന്ന സമയത്ത് കുഞ്ഞ് കിടക്കുന്നത് കണ്ടിട്ട് അതേ അഴുക്കോടുകൂടെ ആ കിടക്കുന്ന അവസ്ഥയിൽ തന്നെ അതിനോട് കമ്പാഷൻ തോന്നിയിട്ട്, കനിവ് തോന്നിയിട്ട് ആ കുഞ്ഞിനെ കരങ്ങളിലെടുത്ത് തന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി അതിനെ വാഷ് ചെയ്ത് അതിന് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് അതിന് ചൂട് കൊടുത്ത് മരുകം ചെയ്ത് അതിന് പരിപാലിച്ച് അത് വളർന്നു വളർന്നു വന്നപ്പോൾ സൗന്ദര്യമേറിയ ഒരു പെൺകുട്ടിയായി തീർന്നു. ആ സമയത്ത് സോളമൻ വനവേട്ടയ്ക്ക് വേണ്ടി ആ വനത്തിൽ വരികയാണ്. ആ വനത്തിൽ വരുമ്പോൾ ഈ പെൺകുട്ടിയെ കണ്ടിട്ട് അവളോട് മോഹം ജനിച്ചുകൊണ്ട് അവളെ ബലം പ്രയോഗിച്ചുകൊണ്ട് തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കൊട്ടാരത്തിൽ കൊണ്ടുപോയാൽ തന്നെ ഈ പെൺകൊച്ചിന്റെ കുട്ടിന് തന്നെ വീണ്ടെടുത്തവനായ ആ ഇടയച്ചേർക്കിനുള്ള സ്നേഹത്തിൽ അകറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലെബനോനിന്റെ പർവ്വത നിരയിൽ ഇവള് വനത്തിൽ വസിച്ചവളായ പർവ്വതത്തില് ലെബനോനിന്റെ പർവ്വതത്തിൽ ഇവൾക്ക് വേണ്ടി വലിയൊരു കൊട്ടാരമുണ്ടാക്കി അവളെ സലോമനെ കുറിച്ചുള്ള പാട്ടുകൾ പാടുന്ന ആൾക്കാരെ നിയമിച്ചു. അതാണ് ഇതിന്റെ ചരിത്രം. ഇവിടെ ഈ ശൂന്യംകാരത്തെ പെങ്കൊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവിച്ച അവസ്ഥയിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടു പോയ അവസ്ഥയിൽ വീണ്ടെടുക്ക അവരാണ് നമ്മൾ ഓരോരുത്തരും. ഇടയച്ചേർക്ക് ക്രിസ്തുവിനെ കാണിക്കുന്നു, നമ്മുടെ ഗുണം കൊണ്ടല്ല. അതാ നമ്മൾ റോമലേഖനത്തിലേക്ക് വരാൻ പോവുകയാണ്. അന്യോന്യം കൈക്കൊള്ളുവിൻ, ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ അന്യോന്യം കൈക്കൊള്ളുവിൻ എന്നതിന് ചെറിയൊരു ബാക്കപ്പ് ഞാൻ തരാൻ ഉദ്ദേശിക്കുകയാണ്. ഈ നാരകച്ചൂട്ടിൽ പ്രസവിച്ച അവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഈ കുഞ്ഞിനോട് കമ്പാഷനോട് കരുണ തോന്നിയത് കൊണ്ടാണ് അതിന് വീണ്ടെടുക്കാൻ നോക്കിയത്. നേരെ വിട്ടേച്ച് പോയിരുന്നെങ്കിൽ വല്ല വന്യമൃഗങ്ങൾ തിന്നു കളയുമായിരുന്നു. നിസാരമായൊരു കാര്യമാണ് ഒരു വന്യമൃഗത്തിനെ തന്നു കളയാന്ന് പറയുന്നത്. പക്ഷെ ആ കുഞ്ഞിനോട് കമ്പാഷൻ തോന്നിട്ട് അതിനെ കുളിപ്പിച്ചിട്ട് അഴുക്കോട് നോക്കിയില്ല. ആ അഴുക്കോട് കൂടെ അതിനെ കയ്യിലെടുത്ത് കൊണ്ടുപോയി തന്റെ ഭവനത്തിൽ കൊണ്ടുപോയി അതിനെ വാഷ് ചെയ്തു. സ്വർഗീയ മഹിമയോടുകൂടെ നിറഞ്ഞിരുന്നവനായ ദേവസുതൻ, ദൈവപുത്രൻ നമ്മുടെ അവസ്ഥ കണ്ടിട്ട് താഴ്ന്നിറങ്ങി വന്ന് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താനെ താഴ്ത്തി മരണത്തോട് ക്രൂശിലെ മരണത്തോട് തന്നെ ദൈവഹിതം മാത്രം ചെയ്യണം. ഈ മാനവജാതി എനിക്ക് വീണ്ടെടുക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ഐശ്വര്യത്തൊക്കെ പഠിപ്പിച്ചതാണ്. സ്തോത്രം. യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കും. അവനവന് കഷ്ടത വരുത്തി അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ഇതൊക്കെ ചിന്തിക്കാൻ നമുക്ക് ഈ അന്യോന്യം കൈക്കൊള്ളാൻ പറ്റാത്തതിന്റെ അവസ്ഥ അവിടെ നമ്മുടെ ഹൃദയം ബ്രേക്ക് ആവണം, മുറുങ്ങണം. വാക്കുകളോ പ്രവൃത്തികളിലോ നമ്മുടെ കൂട്ടത്തിൽ അതുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് ക്രിസ്ത്യൻഡത്തിൽ ഈവൻ ആത്മീയ ഗോളത്തിൽ തന്നെ ഇത്രമാത്രം സ്പ്ലിറ്റ് വരാനുള്ള കാരണം എന്നെ വീണ്ടെടുത്ത് എങ്ങനെയാണെന്ന് അറിയുന്നില്ല. എന്നെ വീണ്ടെടുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല. ഡിനോമിനേഷൻ സ്പിരിറ്റ്, കുടുംബത്തിന്റെ സ്പിരിറ്റ്, പാരമ്പര്യത്തിന്റെ സ്പിരിറ്റ് അപ്പസ്തോലന്മാരുടെ ഉള്ളിൽ അതുണ്ടായിരുന്നു. ആരാ വലിയവൻ? എഴുത്തുമ്പലത്തിരിക്കാൻ ആഗ്രഹമുള്ളവര്. പത്രോസാണെങ്കിൽ എനിക്കാണ് വെളിപ്പാട് കിട്ടിയത്. കർത്താവ് തന്നെ പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗസ്നായ എന്റെ പിതാവ്. പത്രോസ്, ഞാൻ ഒന്നാമൻ, താക്കോൽ എന്റെ കയ്യിൽ തന്നിരിക്കുന്നത്.
ഇതെല്ലാം മുരിഞ്ഞു കളയത്തക്കാണ് കർത്താവ് എന്ന് പറഞ്ഞ്, നിങ്ങൾ ഗലീലേക്കൊന്ന് യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ യെരൂശലേമിൽ തന്നെ ഇരിക്കണം. കർത്താവിനെ അറസ്റ്റ് ചെയ്ത് ക്രൂശിച്ച സ്ഥലത്ത് തന്നെ. ഇവര് ഒരുത്തരെ കണ്ട പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. അവർക്കറിയാം ഇവൻ ഗലീലക്കാരൻ, ഇവന്റെ ഭാഷ, ഇവന്റെ സംസാര ചൂൺ കേട്ടാൽ, ഇവന്റെ ഡയലക്റ്റ് കേട്ടാൽ അറിയാം ഇവൻ ഗലീലക്കാരനാ. നീ വായിൽ അന്യഭാഷ പറഞ്ഞ സ്തോത്രം പറഞ്ഞ ഇവൻ പെന്തക്കോസ്തുകാരൻ തന്നെയാ. സ്തോത്രം. അപ്പൊ പത്രോസിനെ അതിന് വെളിയെ കണ്ടാൽ അന്ന് തന്നെ പിടിച്ച് കശാപ്പ് ചെയ്ത് കളയുമായിരുന്നു. അപ്പൊ പത്രോസിന് ഒന്നാമനാകേണ്ട. എടുത്തു വലത്ത് വിരിക്കാൻ യോഹന്നാനും യാക്കോബിനും ആഗ്രഹം. അമ്മയെ കൊണ്ട് റെക്കമെൻഡേഷൻ കൂടെ കൊണ്ടുവന്നു. അവർക്കും വേണ്ട, ആർക്കും വേണ്ട. കാരണം എന്താ? ചുറ്റുപാടും ശത്രുവിന്റെ മഹാപുരുമൽ ആരെങ്കിലും ഇത് കണ്ടു കിട്ടിയാൽ എല്ലാത്തിനും കൂടെ തട്ടിക്കളയും. അപ്പൊ ആ കർത്താവിന്റെ വരവ് വരയ്ക്ക് 50-ാം നാൾ വരേക്കും ഇവർക്ക് നല്ലൊരു ഒരുക്കം നടന്നു. അതെവിടെ അറിയുന്നത്? ഒന്നാമത്തെ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ പത്രോസിനോട് കൂടെ 11 പേരും കൂടെ നിന്നിട്ടാണ് പ്രസംഗിക്കുന്നത്. അവിടെയാണ് വണ്ണസ്, ഐക്യമത്യപ്പെട്ട്. അപ്പൊ നമ്മളിൽ ഐക്യമത്യം വരത്തക്കവണ്ണം നമ്മുടെ ചുറ്റുപാട് പല പ്രതികൂലങ്ങൾ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങുന്നത് എന്താണ്? ഞാൻ ക്രിസ്തുവിൽ പൂർണ്ണനാണോ? ക്രിസ്തു എന്നെ കൈക്കൊണ്ടതുപോലെ ഞാൻ ചർച്ചിലെ മെമ്പേഴ്സിനെ കൈക്കൊള്ളുവാൻ ഞാൻ തയ്യാറായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ കുറച്ച് പൊന്തി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പാസ്റ്ററാണ്, ഞാൻ പഠിപ്പിക്കുന്നതാണ്, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ഇത് ഞാൻ പൊങ്ങുന്നുണ്ടോ? Then you become servant. You become servant. ഞാൻ പറഞ്ഞു, എന്നെ വളർത്തിക്കൊണ്ട് നാളുകളിൽ വിശ്വാസത്തിൽ കർത്താവിനെ വളർത്തിയ നാളുകളിൽ എന്നെ ട്രെയിൻ ചെയ്ത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞു. സ്തോത്രം. ആ കുഞ്ഞിനെ ആ നാരകച്ചൂട്ടിൽ എടുത്തുകൊണ്ട് തന്റെ ഭവനത്തിൽ കൊണ്ടുപോയി വാഷ് ചെയ്ത്, അതിനോട് കമ്പാഷൻ തോന്നുന്ന ഒരു കാര്യമില്ല, അവരോട് യാതൊരു ബന്ധവുമില്ല. ആ ബോട്ടെന്ന് പറഞ്ഞ് പോകാമായിരുന്നു. ആ വില വേശ്യപ്രവൃത്തിയിലുണ്ടായി കുഞ്ഞായിരിക്കാം, അതായിരിക്കും, ഇതായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് തള്ളിക്കളയാമായിരുന്നു. പക്ഷെ അതിനോട് കനിവ് തോന്നി. ഒരു മനുഷ്യ കുഞ്ഞ തൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയി അതിനെ വാഷ് ചെയ്തു. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങൾ പോക്കി ശുദ്ധീകരിക്കുന്നു. യശയാപ്രവചനം 1-ാം അധ്യായത്തിൽ പറയുന്നത്, come on, let us reconcile, let us reason, come on, come on. നിന്റെ പാപം കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ആയിരുന്നാലും പഞ്ഞി പോലെ ആയി തീരും. come on. എൻ്റെ രക്തം സകലത്തിനും മതിയായത്, എൻ്റെ രക്തം സകലത്തിനും മതിയായി. ഞാൻ ഒരിക്കലും വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ, വളരെ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ കർത്താവിന് പാടി ശ്രദ്ധിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, എൻ്റെ രക്തം സകലത്തിനും മതിയായത്. ഇന്ന് വരേക്കും അതിനൊരു മാറ്റം വന്നിട്ടില്ല, ഇന്ന് വരേക്കും. സ്തോത്രം. ആ കുഞ്ഞിനെ കഴുകി വളർന്നു വന്നപ്പോഴാണ് ശലോമോൻ കമ്പലായിട്ട് അതിന് പിടിച്ചു കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഹൃദയം ശലോമോനെ കാണിക്കുന്നത് ലോകത്തെ കാണിക്കുകയാണ്, വേൾഡിലെ പ്രഷേഴ്സിനെ കാണിക്കുകയാണ്. അങ്ങനെ ദൈവസഭയെ വേൾഡിലെ പ്രഷേഴ്സിലേക്ക് സൈത്താൻ അവൻ പിടിച്ചു കൊണ്ടുപോയി. ഇന്ന് ചർച്ചകളിനകത്ത് താളം കളിക്കുന്നത് സൈത്താൻ്റെ സ്പിരിറ്റുകളാണ്. വ്യാജ അന്യഭാഷകൾ, വ്യാജ പ്രവചനങ്ങൾ, ഡാൻസുകൾ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദലീലയുടെ മുമ്പിൽ നാസീർ നഷ്ടപ്പെടുത്തിയ ശിംശോൻ അവനെ പിടിച്ചുകൊണ്ട് കണ്ണും കുത്തി പൊട്ടിച്ചിട്ട് എന്തായിരുന്നു ഫെലിസ്തീൻ എന്താ പറഞ്ഞത്? നമ്മുടെ മുമ്പിൽ കളിക്കേണ്ടതിന് ശിംശോനെ കൊണ്ടുവരാം. ഇന്ന് പല പല വീരന്മാരായിരുന്ന ദേവദാസന്മാർ, നാസീർ എന്ന് പറഞ്ഞ ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവൻ, വേർതിരിക്കപ്പെട്ടവൻ, നാസീർ നഷ്ടപ്പെടുത്തിയതിന് ശേഷം പല പെരിസ്യ കൂട്ടായ്മകളിൽ പോയിട്ട് ഡാൻസ് കളിക്കുകയാണ്, തുള്ളി കളിക്കുകയാണ്. വ്യാജ പ്രവചനങ്ങൾ, വ്യാജ ഉപദേശങ്ങൾ, അപ്രീസിയേഷൻ കിട്ടാൻ, കയ്യടി കിട്ടാൻ, ഓൺലൈൻ മീഡിയകളാണെങ്കിൽ എന്താ ലൈക്ക് കിട്ടാൻ, സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ, നാസീർ നഷ്ടപ്പെടുത്തുക. അവസാനം എന്തായി? അവൻ്റെ അഭിഷേകമുള്ള കണ്ണ് നഷ്ടപ്പെട്ടു. ഫെലിസ്തീൻ്റെ മുമ്പിൽ കളിക്കുക, അങ്ങനത്തെ അവസ്ഥയായി. അവിടെ നിന്നാണ് കർത്താവ് പറയുന്നത്, പ്രിയേ വരിക, അമാനമുകളും സേനി പ്രവചനങ്ങളും വിട്ട്, പുള്ളിപ്പല്ലികളും ഗുഹകളും സിംഹങ്ങളും താവളങ്ങളും വിട്ടു പോരുക. കാരണം അവിടെ മരണം മറിഞ്ഞിരിക്കുന്നുണ്ട്. ലബനോനിലെ കൊട്ടാരത്തിലാണ് പെൺകുട്ടി ഇരിക്കുന്നത്, ഇപ്പോൾ ശൂന്യകാലത്തിരിക്കുന്നത്. അവിടെ എൻ്റെ കാന്തേ പ്രിയേ, നിന്നിൽ ഒരു ശൂന്യവുമില്ല, ഒരു ഊനവുമില്ല, ഒരു കുറവുമില്ല. Come on, come out of Lebanon.
വേൾഡ്ലി പ്ലഷേഴ്സ് എന്നാണ് ചർച്ച തിരിച്ചു വിളിക്കുന്നത്. ബിക്കോസ് ദർ ഇസ് ഡെത്ത് ബിഹൈൻഡ് ഹൈഡിങ് ദെയർ. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാം, അതൊക്കെ നിങ്ങളുടെ തോന്നല, അധികം നാളില്ല വേൾഡ് പൊളിറ്റിക്സ് പോകുന്ന അറിയാമല്ലോ. ഇനിയോ അപ്പം ഞാൻ നമ്മുടെ റോമാലയത്തിലേക്ക് തിരിച്ചു വരികയാണ്. സ്തോത്രം. റോമാലയത്തിൽ നമ്മൾ എന്താ വായിച്ചത്? സ്തോത്രം. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളി. നമുക്കത് വേദപുസ്തകത്തിൽ തന്നെ ഒന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 15 ലാസ്റ്റ് വേഴ്സസ് ആണ് അതൊക്കെയും. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളി. നമ്മളിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടല്ല കർത്താവ് കൈക്കൊണ്ടത്. ആ പെങ്കൊച്ചിന് നാരകച്ചൂട്ടിൽ അതിനെ പ്രസവിച്ച അമ്മ ഉപേക്ഷിച്ചിട്ടതുപോലെ ചേറ്റിൽ കിടന്ന, അഴുക്കിൽ കിടന്ന, പാപത്തിൽ രസിച്ചുകൊണ്ടിരുന്ന നമ്മളോട് കനിവ് തോന്നിയിട്ടാണ്, കൃപ തോന്നിയിട്ടാണ് നമ്മെ അവൻ വീണ്ടെടുത്തത്. ഇത് നമ്മൾ മറക്കരുത്. അങ്ങനെയെങ്കിൽ നിന്നോടുകൂടെ കർത്തൃമേശ എടുക്കുന്ന ക്രിസ്തുവിന്റെ ശരീരം വന്ന സഭയിലെ ഒരു അവയവത്തോട് നീ അതേ മനോഭാവത്തോടു കൂടി ആയിരിക്കണം. അതിന്റെ കുറവുകളല്ല നോക്കേണ്ടത്. അവിടെ എന്താ പഠിച്ചത്? അവിടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. ഇനി പറഞ്ഞാൽ പോയതാ, ഇത് കഠിന വാക്ക്, നമുക്ക് ആരുടെ പാപം വഹിക്കാൻ സാധിക്കും? ചർച്ചിനകത്ത കാര്യം പറയാണ്. കൊളോസ്യ ലേഖനം ചാപ്റ്റർ 1 വേഴ്സ് 22 എടുത്ത് വായിക്കാം. കൊളോസ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 22. Verse 24, sorry. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച്, പൗലോസ് പറയാണ്, കൊളോസ്യ സഭയുടെ പൗലോസ് പോയി ഉണ്ടാക്കിയ ചർച്ച അല്ല അത്, എപ്പാഫ്രോദിത്തോസ് പോയി ഉണ്ടാക്കിയ ചർച്ചാണ്. അവരെ ഒന്ന് പ്രബോധിപ്പിക്കാൻ വേണ്ടി ലെറ്റർ എഴുതുകയാണ്. ക്രിസ്തുവിന്റെ തല, അതായത് ശരീരത്തിന്റെ തലയാവുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വിവരണങ്ങളാണ് കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായത് പാപത്തിന്റെ നിർവീര്യം ചെയ്യുവാൻ തക്കവണ്ണം, പാപം എന്ന ശക്തിയെ അബോളിഷ് ചെയ്യുവാൻ തക്കവണ്ണം പ്രായശ്ചിത്തമായി തീരുവാൻ മറ്റൊരു സൃഷ്ടിക്ക് നമുക്ക് ആർക്കും സാധ്യമല്ല, അത് ക്രിസ്തുവിന് മാത്രമേ സാധ്യമുള്ളൂ. എന്നാൽ അവന്റെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അവന്റെ ശരീരത്തിന്റെ മച്ചുവരിറ്റിക്ക് വേണ്ടി, ബലഹീനനെ താങ്ങുവാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു. ഇതാ പറഞ്ഞത്, അവിടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അപ്പോൾ നിനക്ക് മറ്റൊരുവനെ കൈക്കൊള്ളണമെങ്കിൽ, റോമാലയത്തിലേക്ക് ഞാൻ വരികയാണ്, ക്രിസ്തു നിങ്ങളെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി കൈക്കൊണ്ടതുപോലെ നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളണമെങ്കിൽ ആദ്യം തന്നെ അവരുടെ കുറവുകളല്ല നോക്കേണ്ടത്. എന്നാൽ ഉപദേശം വിട്ടിട്ടോ വേർപാട് വിട്ടിട്ടോ കൈക്കൊള്ളിക്കുന്ന ആരും പോകണം. അതിലേക്ക് പോകാൻ അതൊക്കെ എക്യുമെനിക്കൽ പ്രസ്ഥാനമാണ്, വേശ്യപുത്രിമാരെ കൂട്ടിക്കൊണ്ട് കെട്ടുന്ന പ്രസ്ഥാനമാണ്. അതല്ല പറയുന്നത്. ഉപദേശത്തിൽ നിൽക്കുന്നവരെ, വേർപാട് വിശുദ്ധിയും കാക്കുന്നവരെ, ക്രൂശിന്റെ വചനം പ്രസംഗിക്കുന്നവരിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവരെ റിജക്ട് ചെയ്ത് കളയല്ല ചെയ്യുന്നത്. ആ നാരകച്ചൂട്ടിക്കിടന്ന കുഞ്ഞിനെ സ്നേഹത്തോടെ, അതിനോട് കനിവ് തോന്നിയിട്ട്, കൃപ തോന്നിയിട്ട് തന്റെ കരങ്ങളിലാണ് എടുക്കുന്നത്. അങ്ങനെ ഒരു കുഞ്ഞിനെ കാണുമെന്ന് കണ്ടിട്ടല്ല പോയത്. സാധാരണ ഇടയച്ചെറുക്കൻ ആടുകളെ മേയ്ക്കുന്ന സമയത്ത് കണ്ടു കിട്ടിയതാണ് കൊച്ചിനെ. അങ്ങനെ കൈയോടെ കോരിയെടുത്ത് തന്റെ ഭവനത്തിൽ കൊണ്ടുപോയി അതിനെ വാഷ് ചെയ്ത് അതിനാവശ്യമായി ഫീഡിങ് കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നിട്ട് അവൻ ലോകത്തെ പ്രതിദാനം ചെയ്യുന്ന, റെപ്രസെന്റ് ചെയ്യുന്ന ശലമൊരാൾ വന്നപ്പോൾ ഫോഴ്സ് ചെയ്ത് പിടിച്ചുകൊണ്ട്, അതുപോലെയാണ് ചർച്ചിന് ലോക ഇമ്പങ്ങളിലേക്ക്, ലോക ആശ്രയങ്ങളിലേക്ക് അവൻ മോഹം ജനിപ്പിച്ചുകൊണ്ട് ഫോഴ്സ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ദൈവസഭ കിടക്കുന്നത്. അവിടുന്നാണ് ഈ വിളി വരുന്നത്, എൻ്റെ പ്രിയ, എൻ്റെ കാന്തേ, ലെബനോൻ വിട്ടുപോരുക, നിന്നിൽ ഒരു ഊനവുമില്ല. അമാനമുകളും ലെബനോൻ വനഗരം വിട്ടുപോരുക. സിംഹങ്ങളിൽ പുള്ളിപ്പല്ലിയുടെ ഗുഹകൾ അവിടെയുണ്ട്, മരണം അവിടെ മറിഞ്ഞു കിടക്കുന്നുണ്ട്. കം ഔട്ട് ഓഫ് ദാറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമൻസിലേക്ക് വരുകയാണ്. സ്തോത്രം.
അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിന് നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുകയും പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു എന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നു. നമ്മൾ അബ്രാഹാമിന്റെ സന്തതികള് ബ്ലഡ് റിലേറ്റീവ്സ് അല്ല. യാക്കോബിന്റെ 12 ഗോത്രങ്ങളിൽ പെട്ടതല്ല നമ്മള്. നമ്മുടെ അവസ്ഥ എവിടെയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. അതിലൊന്ന് വായിച്ചേക്കാം. എഫേസ്യർ ലേഖനം ചാപ്റ്റർ 2 വേഴ്സ് 10 ഒന്ന് വായിക്കണം. എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 10 11 തുടങ്ങി വായിച്ചാൽ മതി. ആകിയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. രക്ഷിക്കപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി തീർന്ന ജനത്തോട് പറയാണ്, മുൻപേ നിങ്ങൾ വീണ്ടുജനം പ്രാപിക്കുന്നതിന് മുമ്പേ, ദൈവത്തിന്റെ കൃപയും വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ നിങ്ങളുടെ അവസ്ഥകൾ എന്തായിരുന്നു പറയാണ്. ആകിയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ, ബൈ നേച്ചർ, ബൈ ബർത്ത്, യുവർ ജാതികൾ, ഔട്ട്കാസ്റ്റഡ് ആയിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദന ഏറ്റു പരിച്ഛേദനക്കാർ എന്ന് വിളിക്കപ്പെടുന്നവരാൽ അഗ്രചർമ്മികൾ എന്ന് പേര് വിളിക്കപ്പെട്ടിരുന്നു. അടുത്ത് പറയാണ്, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും. ഈ കൈക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് പറയാണ്, ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങൾ അന്യോന്യം കൈക്കൊള്ളുവിൻ. ഞാൻ വിശ്വസിച്ചത് കൊണ്ടോ, എൻ്റെ നല്ല പ്രവൃത്തി കൊണ്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഞാൻ പാസ്റ്റർ, എൻ്റെ മക്കള് എൻ്റെ അപ്പം പാസ്റ്റർ ആയിരിക്കുന്നത് കൊണ്ടോ, മറ്റൊന്നുകൊണ്ടുമല്ല. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു. ആ അവസ്ഥയിൽ നിന്നാണ് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടത്, അക്സെപ്റ്റ് ചെയ്തത്. നിങ്ങളെ നീതീകരിച്ചിട്ടല്ല അക്സെപ്റ്റ് ചെയ്തത്. ആ പെൺകുച്ചിനെ നാരകച്ചുവട്ടിൽ നിന്ന് അഴുക്കോടും കൂടിയാണ് കോരിയെടുത്തത്. അവണ്ണം നിന്നോടുകൂടെ കർത്തൃമേശ എടുക്കുന്ന, ഉപദേശത്തിൽ നിലനിൽക്കുന്ന, വേർപാടിൽ നിലനിൽക്കുന്ന, ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന ഒരു വ്യക്തി ഏതഴുക്കിലാണ് കൈക്കൊള്ളുവാനുള്ള മനസ്സൊരുക്കം ഉണ്ടാകണമെന്ന്. കണ്ടം ചെയ്ത് കളയാനല്ല. സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്യണം? കൊണ്ടുപോയി കഴുകണം. കർത്താവേ, ഈ വ്യക്തിക്ക് വേണ്ടി നീ പ്രായശ്ചിത്തമായി തീർന്നതാ. നിന്റെ രക്തം ഇതിനു വേണ്ടി അറ്റോൺമെന്റ്. പ്ലീസ് ഹാവ് mercy on them, mercy on this particular person. കൃപ കാണിക്കുക കർത്താവ്. നീ എന്നോട് കൃപ കാണിക്കുന്നത് പോലെ ഇന്ന് നീ എന്നോട് കൃപ കാണിക്കുന്നത് എന്റെ ഗുണം കൊണ്ടല്ല. ഇതുപോലെ ക്രിസ്തുവിനെ കൂടാതെയുള്ളത് ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരുമാര് തന്നെ, വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യന് പ്രത്യാശയില്ലാത്തവരുമായി തന്നെ, ലോകത്ത് ദൈവമില്ലാതെ നടന്നിരുന്ന എന്നെ നീ കൈക്കൊണ്ടതുപോലെ അതിനുവേണ്ടി നീ പ്രായശ്ചിത്തമായി തീർന്നു. ഇതാ ഞാൻ നിൽക്കുന്ന കർത്താവ്. എന്റെ രക്തം തന്നെ നിന്റെ യാഗപീഠത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എന്റെ രക്തത്തെ കൃപാസനത്തിലേക്ക് മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരും. എന്റെ രക്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമർപ്പണ ജീവിതം. എന്നാൽ മാത്രമേ മറ്റൊരുവരെ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വീണ്ടും പറഞ്ഞു, ഒറിജിനൽ സിന്നിന്റെ ക്ഷമയ്ക്ക് ആവശ്യമുള്ള പാപപരിഹാരം നമുക്ക് ആർക്കും ചെയ്യാൻ സാധ്യമല്ല. അത് കർത്താവ് ചെയ്തെടുത്തു. എന്നാൽ പൗലോസ് പറയുന്നത് പോലെ, കൊളോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 24 പറയുന്ന പോലെ, ക്രിസ്തുവിനിൽ കഷ്ടങ്ങളിൽ കുറവായതുള്ളത് അവൻ്റെ ശരീരമായ സഭയ്ക്ക് വേണ്ടി എൻ്റെ ജഡത്തെ, എൻ്റെ ശരീരത്തെ ഞാൻ പൂരിപ്പിക്കുന്നു. നമുക്കത് സാധിക്കും. മറ്റൊരു വ്യക്തിയുടെ മരണം വഹിക്കാൻ സാധിക്കും, രോഗം വഹിക്കാൻ സാധിക്കും, പാപത്തിൻ്റെ ശിക്ഷകൾ വഹിക്കാൻ സാധിക്കും. പക്ഷേ ക്രിസ്തുവുമായിട്ടൊരു വേർപ്പെടാത്ത ബന്ധം നിലനിർത്തണം. ചുമകേറി കൈവച്ച് പ്രാർത്ഥിച്ച് സാത്താനെ പോകുന്നതൊന്നും കാര്യം നടക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ റോമാലയത്തെ ചർച്ചിൽ ചാപ്റ്റർ 15 വന്നിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. ജാതികളെങ്ങനെ കരുണ കൊണ്ട്, സ്തോത്രം, ക്രിസ്തു ദൈവത്തിൻ്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക് കാര്യമായി തീർന്ന ജാതികൾ അവൻ്റെ ദൈവത്തിൻ്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നു. പിന്നെ അതിന് സപ്പോർട്ട് ചെയ്യുന്ന വാക്യങ്ങൾ എടുക്കുകയാണ്. പഴയ നിയമത്തിലെ ജാതികൾ ദൈവത്തിലേക്ക് വാഴ്ത്തുവാൻ ഇടവരുമെന്ന കാര്യങ്ങൾ വാക്യം പറയുകയാണ്. അതുകൊണ്ട് ഞാൻ ജാതികളുടെ ഇടയിൽ നിന്നെ വാഴ്ത്തി നിന്റെ നാമത്തിന് സ്തുതി പാടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മറ്റൊരിടത്ത് ജാതികളെ അവൻ്റെ ജനത്തോട് ഒന്നിച്ചാരന്നിപ്പിൽ എന്നും പറയുന്നു. സകല ജാതികളുമായുള്ള കർത്താവിനെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായി അവനെ സ്തുതിക്കട്ടെ എന്നും പറയുന്നു.
ഈശോയുടെ പേരും ജാതികളെ ഭരിപ്പൻ എഴുന്നേൽക്കുന്നതുമായ ഉണ്ടാകും. അവന് ജാതികൾ പ്രത്യാശിപ്പിക്കാതെ ജാതികൾക്ക് നമുക്ക് ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കണം, നാം ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ചാപ്റ്റർ 15 കൺക്ലൂഡ് ചെയ്യുകയാണ്. നമ്മൾ ഈ ക്ലാസ്സുകളുടെ പരമ്പര ഏകദേശം തീരാറായി. റോമൻസ് ചാപ്റ്റർ 16 നമുക്ക് 1-2 വാക്യങ്ങൾ മാത്രമേ ചിന്തിക്കാനുള്ളൂ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കേട്ട ക്ലാസ്സുകളൊക്കെയും ഇത് നമ്മുടെ ന്യായവിധി നടക്കുന്ന ക്ലാസ്സുകളാണ്, നിസ്സാര ക്ലാസ്സുകളല്ല. വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ നമ്മെ തന്നെ നമുക്ക് വിവേചിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, സംസാര രീതികൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ അളവുകൾ, ഇതൊക്കെയും നമുക്ക് അളക്കാം. നമ്മൾ പലപ്പോഴും കുറവുകളുണ്ട്, നമുക്കതിന് ഓവർകം ചെയ്യേണ്ട കൃപയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കൃപ മതി കർത്താവേ. എൻ്റെ ബലഹീനത എനിക്ക് മനസ്സിലായി. പൗലോസ് പറഞ്ഞു, എൻ്റെ ബലഹീനതയിൽ കർത്താവ് എന്താ പറഞ്ഞ അവനോട്, നിന്റെ ബലഹീനത കവിഞ്ഞു വരുന്ന എൻ്റെ കൃപ നിനക്ക് മതി. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടുവരും. അവിടെ ഉറയ്ക്കണം, കർത്താവ് നിന്റെ കൃപയെ നിർത്തുകയുള്ളൂ, നിന്റെ കൃപ എനിക്ക് മതി. ഈ പ്രത്യാശയോടെ കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധരും നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ദിവസങ്ങളിൽ കർത്താവേ നീ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നീ ഞങ്ങളെ കൈക്കൊണ്ട അവസ്ഥയിൽ തന്നെ കർത്താവേ, അതുപോലെ ഞങ്ങളോട് കൂടെ കത്തുമേശെടുക്കുന്ന നിന്റെ ശരീരത്തിൽ ഓരോ അവയവത്തെ കൈക്കൊള്ളുവാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളിൽ കുറവായിട്ടുള്ളത് നിന്റെ കൃപ കൊണ്ട്